ഹായ് ഓൾ, അപ്പം എൻ്റെ ഒരു ഹാഫ് ഡേ ഇൻ മൈ ലൈഫ് കണ്ടാലോ. ഞാൻ ഷോപ്പിൽ എത്തുന്നതിന് മുന്നേ എന്നെ വെയിറ്റ് ചെയ്തിട്ടൊരു ബ്രൈഡ് വന്നിട്ടുണ്ടായിരുന്നു. ആളൊരു അഡ്വക്കേറ്റാണ്. എൻഗേജ്മെൻറ്റ് ടൈമിൽ ഇവിടെ വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അന്നത്തെ വർക്ക് കണ്ട് ഇഷ്ടപ്പെട്ടിട്ടാണ് ആൾ വെഡിങ്ങിനായിട്ട് വന്നിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഞാൻ അവരുടെ അടുത്ത് പറഞ്ഞു എന്തായാലും ഒരു 10 മിനിറ്റ് വെയിറ്റ് ചെയ്ത് ഞാൻ ഒന്ന് പ്രാർത്ഥിച്ചോട്ടെ, വിളക്കൊക്കെ കൊളുത്തിയിട്ട് വരാമെന്ന് പറഞ്ഞു. അപ്പോൾ അവർ വെയിറ്റ് ചെയ്തു. അങ്ങനെ ഞങ്ങൾ പ്രാർത്ഥിച്ചിട്ട് വന്നിട്ട് വർക്കിനെ പറ്റിയുള്ള ഡിസ്കഷൻ എല്ലാം ചെയ്തു. ആളിനൊരു ബ്രൈഡൽ ബ്ലൗസും അതുപോലെ തന്നെ ബ്രൈഡൽ സാരിയുടെ ഔട്ടർ പ്ലീറ്റിലും ഹാൻഡ് വർക്ക് ചെയ്യണമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. പിന്നെ ഒരു സെമി സ്റ്റിച്ചിൻ്റെ ലെഹങ്ക ഉണ്ടായിരുന്നു. അപ്പോൾ സെമി സ്റ്റിച്ച് ലെഹങ്ക ചെയ്യുമ്പോൾ ആളുടെ സൈസിലാക്കുമ്പോൾ ഉള്ള പാടും അതിൻ്റെ പ്രൊസീജിയറും കാര്യങ്ങളും എല്ലാം ഞാൻ പറഞ്ഞ് മനസ്സിലാക്കുന്നതിന് കാണുന്നത് ജസ്റ്റ് ഒന്ന് കൂട്ടി അടിക്കുന്നതല്ല, ഫുൾ അടിച്ച് ചെയ്യണമെന്നെല്ലാം പറഞ്ഞ് മനസ്സിലാക്കുമായിരുന്നു. അത് കഴിഞ്ഞ് പിന്നെ ബ്രൈഡൽ ബ്ലൗസിൻ്റെ ഡിസ്കഷനിലേക്ക് ഞങ്ങൾ പോയി. ആൾ കുറച്ച് ലീനായിട്ടുള്ള ഒരാളാണ്. അപ്പോൾ ആളിന് ചേരുന്ന രീതിയിൽ നെക്ക് പാറ്റേണും കാര്യങ്ങളും എല്ലാം ഡിസ്കസ് ചെയ്യുമായിരുന്നു. ആളിന് കുറച്ച് ഐഡിയാസ് ഉണ്ടായിരുന്നു. എനിക്ക് റെഫറൻസ് പിക്ചറും തന്നിട്ടുണ്ടായിരുന്നു. അതപ്പോൾ ആളിൻ്റെ രീതിയിലാക്കുന്നതിനെ പറ്റിയുള്ള ഡിസ്കഷൻ എല്ലാം നടന്നുകൊണ്ടിരുന്നത്. പിന്നെ ഞാൻ അവിടെ നിന്ന് പെട്ടെന്ന് ഇറങ്ങി, കാരണം അമ്മയുടെ കൂട്ടത്തിൽ ഞങ്ങൾക്ക് മിലിറ്ററി ക്യാമ്പിൽ പോകണമായിരുന്നു. ഞാൻ അമ്മയുടെ കൂട്ടത്തിൽ പോയിട്ടുണ്ടായിരുന്നു, പക്ഷേ പ്രശാന്തേട്ടൻ പോയിട്ടില്ല. അപ്പോൾ ചേട്ടനും ഒന്ന് കാണാമല്ലോ എന്ന് വെച്ചിട്ട് ഞങ്ങൾ പോയി. ഞങ്ങൾക്ക് അന്ന് ഷോപ്പിൽ വലിയ തിരക്കുള്ള ദിവസമല്ലായിരുന്നു, സ്റ്റാഫ് ഡീൽ ചെയ്തോളാന്ന് പറഞ്ഞാൽ അങ്ങനെ ഞങ്ങൾ പോയി. അപ്പോൾ പോയപ്പോൾ വിശപ്പായതുകൊണ്ട് നേരെ പാരഗണിൽ പോയി. പിന്നെ അവിടെ ക്യൂ നിൽക്കുന്ന കാര്യമാണ് ഏറ്റവും വലിയ കഷ്ടം. എങ്കിലും നല്ല ഫുഡായതുകൊണ്ട് എല്ലാവരും ക്യൂ നിന്ന് തന്നെ അവിടെ നിന്ന് കഴിക്കും. അപ്പം ഞാൻ ഹെവി ആവണ്ടല്ലോ എന്ന് വെച്ചിട്ട് ബിരിയാണിയോ വേറൊന്നും പറഞ്ഞില്ല, മീൽസാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. എനിക്ക് അവിടുത്തെ മീൽസ് ഇഷ്ടമാണ്. പക്ഷേ എനിക്ക് വേണ്ടി പൈസ മുടക്കി മീൽസ് മേടിക്കുന്നത് വെറുതെയാണ്. ഒരു 2 ഉള്ള ചോറായിരിക്കും ഞാൻ കഴിക്കുന്നത്. ബാക്കി ഐറ്റംസൊക്കെ നല്ലപോലെ തട്ടിവിടും. ചോറ് എന്നെ കൊണ്ട് അധികം കഴിക്കാൻ പറ്റത്തില്ല. എങ്കിലും കഴിച്ചു, കാരണം ടേസ്റ്റ് കൊണ്ട് കുറച്ചൊക്കെ കഴിച്ചു. അപ്പോൾ ചേട്ടൻ പറയുകയും ചെയ്തു എൻ്റേത് നീ ശകലം കഴിച്ചാൽ മതിയായിരുന്നു, വെറുതെ ആയി മേടിക്കുന്നതെന്ന് പറഞ്ഞു. അത് കഴിഞ്ഞ് ഡെസേർട്ടിന് അവിടുത്തെ എൻ്റെ ഡെസേർട്ടിനായിട്ട് മേടിച്ചിട്ടുണ്ടായിരുന്നു. എൻ്റെ അവിടുത്തെ ഫേവറേറ്റ് ആയിട്ടുള്ള കാരമൽ കസ്റ്റാർഡാണ്. പിന്നെ അവിടെ നിന്ന് വേഗം കഴിച്ചിട്ട് ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങി. പക്ഷേ അവിടുത്തെ പാർക്കിങ്ങും ഈ റഷ് ഓർക്കുമ്പോൾ മാത്രമേ പാടുള്ളൂ. പിന്നെ അവിടെ നിന്ന് അധികം ദൂരം ഉണ്ടായിരുന്നില്ലല്ലോ മിലിറ്ററി ക്യാൻറ്റീനിലേക്ക്. അങ്ങനെ ഞങ്ങൾ 3 പേരും അവിടേക്ക് പോയി. അവിടെ നിന്ന് പക്ഷേ അധികം സാധനമൊന്നും അമ്മയ്ക്ക് മേടിക്കാൻ പറ്റത്തില്ലായിരുന്നു. നമ്മൾ ആ മാസത്തെ ഐറ്റംസ് എല്ലാം മേടിച്ചിട്ടുള്ളതുകൊണ്ട് അധികം സാധനമൊന്നും മേടിക്കാൻ പറ്റത്തില്ലായിരുന്നു. പക്ഷേ എങ്കിലും എന്തുമാത്രം റേറ്റ് ഡിഫറൻസ് ഉണ്ടെന്ന് എനിക്ക് മനസ്സിലായി. എല്ലാവരും പറഞ്ഞ് കേട്ടിട്ടുണ്ട്, പക്ഷേ അപ്പം മനസ്സിലായി. ഈ കാണുന്നത് നമ്മൾ ട്രിവാൻഡ്രത്തിൻ്റെ സ്വന്തം മാനവീയം വീതി. അവിടെ എല്ലാം കഴിഞ്ഞ് ഞങ്ങൾ ക്യാൻറ്റീനിൽ പോയി കുറച്ച് സാധനം നമ്മുടെ കാർഡിൽ എന്തോ കുറച്ച് പൈസ ബാക്കി ഉണ്ടായിരുന്നുള്ളൂ, അതിനുള്ള ഐറ്റംസ് എല്ലാം മേടിച്ചിട്ട് ഞങ്ങളവിടെ നേരെ തിരിച്ചു. കാരണം വൈകിട്ട് ബ്രൈഡൽ അപ്പോയിൻമെൻറ്റ് ഉണ്ടായിരുന്നു. അതിന് മുന്നേ എനിക്ക് എത്തണമായിരുന്നു ഷോപ്പിൽ. അപ്പോൾ എത്തി. അവരെല്ലാം ഡീൽ ചെയ്ത് കഴിഞ്ഞപ്പോൾ നമ്മുടെ യൂട്യൂബേഴ്സായിട്ടുള്ള ആവണിയും ഹസ്ബൻഡും വന്നിട്ടുണ്ടായിരുന്നു. ആവണിയുടെ ഒരു റിലേറ്റീവിൻ്റെ കല്യാണത്തിന് ഇടാനായിട്ട്, കല്യാണമല്ല എൻഗേജ്മെൻറ്റ് ഇടാനായിട്ട് ഒരു ഗൗൺ ചെയ്യണമായിരുന്നു. അപ്പോൾ അതിൻ്റെ ട്രയലാണ് ഈ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഫാബ്രിക് അവർ തന്നെ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. ഒരു ഈവനിങ് ഫംഗ്ഷനാണ്. പേസ്റ്റൽ ഷെയ്ഡ്സ് ആയിരുന്നു, അവർക്ക് കളർ കോഡ് ഉണ്ടായിരുന്നു. അപ്പോൾ മെറ്റീരിയലും കളറും എല്ലാം അടിപൊളിയായിരുന്നു അവർ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. ആവണിയുടെ സിസ്റ്ററിലേക്കും ചെയ്തിട്ടുണ്ടായിരുന്നു, സിസ്റ്ററിനും ചെയ്തിട്ടുണ്ടായിരുന്നു. എല്ലാം നല്ല പേസ്റ്റൽ ഷെയ്ഡിൽ വരുന്ന നല്ല കളേഴ്സായിരുന്നു. അപ്പോൾ ആളിന് ട്രയൽ നോക്കി ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ട ആൾ അമ്മയും സിസ്റ്ററിനെ എല്ലാം വിളിച്ച് കാണിക്കുന്നതാണ് ഈ കാണുന്നത്. ഇപ്പോൾ ഈ കയ്യിലിരിക്കുന്നത് രേവതിക്ക് ചെയ്തിട്ടുണ്ടായിരുന്നതാണ്, ആവണിയുടെ സിസ്റ്റർ രേവതി. അപ്പോൾ രണ്ടുപേരും എന്താ, ഇത് ഹസ്ബൻഡ് ചെയ്തിട്ടുണ്ടായിരുന്ന കുർത്തയാണ്, ആശിഷിന് ചെയ്തിട്ടുണ്ടായിരുന്ന കുർത്തയാണ്. രണ്ടുപേരും മാച്ച് ചെയ്ത് കളറെല്ലാം ഇവിടെ നിന്ന് ഒപ്പിച്ചെടുത്തിട്ട് വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇഷ്ടപ്പെട്ടു. പിന്നെ ആവണി രേവതിയും വണ്ണം അധികം ഇല്ലാത്തതുകൊണ്ട് അവർക്ക് രണ്ടുപേർക്കും എന്ത് ചെയ്താലും ചേരും, നല്ല ഭംഗിയാണ്. അപ്പോൾ അവരെ ട്രയലെല്ലാം നോക്കിക്കഴിഞ്ഞു. എന്നിട്ട് ഞാൻ പെട്ടെന്ന് തന്നെ, ഞാൻ ഇതിനു വേണ്ടിയിട്ടാണ് അന്ന് ഷോപ്പിൽ പോയത്, കാരണം എനിക്ക് മൈഗ്രെയിൻ ഉണ്ടായിരുന്നു. അപ്പം ട്രയൽ കഴിഞ്ഞ് ഞാൻ വീട്ടിലേക്ക് പോയി.